വെച്ചിട്ടാണ് വീഡിയോ ചെയ്യുന്നത്. മറ്റൊന്നുമല്ല, ഇതെൻ്റെ ഫസ്റ്റ് ഫ്ലൈറ്റ് വ്ളോഗാണ്. അപ്പോൾ അതിൻ്റേതായ എക്സൈറ്റ്മെൻ്റ് ഒക്കെ ഉണ്ട്. ഞാൻ കുറേ കാലമായിട്ട് മാനിഫെസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു സംഭവം ഒടുവിൽ നാളെ നടക്കാൻ പോവുകയാണ്. ഞാൻ ദുബായിലേക്ക് പോവുകയാണ് എൻ്റെ ഹസ്ബൻഡിൻ്റെ അടുത്തേക്ക്. സോ അതിൻ്റെ ഒരു സന്തോഷം കൂടി ഉണ്ട്. ഓക്കെ, അപ്പോൾ എനിക്ക് തോന്നി ഇതെൻ്റെ ഫസ്റ്റ് ഫ്ലൈറ്റാണ്. സോ അതിൻ്റെ ഒരു വ്ളോഗ് ചെയ്യാം, എനിക്ക് അതിൻ്റെ കുറച്ച് മെമ്മറീസ് എല്ലാം ക്യാപ്ചർ ചെയ്യാം എന്ന് ഞാൻ കരുതി. സോ ലെറ്റ്സ് സീ മൈ ഫസ്റ്റ് വ്ളോഗ്. സോ നമുക്ക് ഫസ്റ്റ് ചെയ്യേണ്ട പരിപാടികൾ എന്താണെന്ന് വെച്ചാൽ പാക്കിങ് ചെയ്യണം. ഇതൊക്കെ ഞാൻ ഓൺലൈനിൽ നിന്ന് മേടിച്ച് വെച്ച കുറച്ച് സാധനങ്ങളാണ് എനിക്ക് കൊണ്ടുപോകാനുള്ളത്. നമുക്ക് ഈ ഹാൻഡ് ബാഗിലേക്കുള്ള ഈ ഒരു സാധനങ്ങളെല്ലാം, ഇതിൽ അത്യാവശ്യം എൻ്റെ ഡ്രസ്സ് എനിക്ക് തോന്നുന്നു 37 കിലോ, 30 + 7 കിലോനെ എനിക്ക് കൊണ്ടുപോകാൻ പറ്റും. സോ അപ്പോൾ അത്രയും പാക്ക് ചെയ്യാൻ ആ ഒരു ബാഗ് കൊണ്ട് പറ്റില്ലല്ലോ. അപ്പോൾ അതിലൊരു 7 കിലോ വെക്കണം. അപ്പോൾ അതിൽ അത്യാവശ്യം എൻ്റെ ഡ്രസ്സും സാധനങ്ങളെല്ലാം വെച്ചിട്ട്, എനിക്ക് ക്യാമറ അടിക്കാൻ അറിയില്ല, സാധനങ്ങളെല്ലാം വെച്ചിട്ട് ബാക്കി നോക്കാം. എനിക്ക് അത്ര പെർഫെക്ഷൻ ഒന്നും ഉണ്ടായിരിക്കില്ല കേട്ടോ എൻ്റെ വ്ളോഗ് ആയതുകൊണ്ട് തന്നെ. എല്ലാ പെർഫെക്ഷനും ആരും ഉദ്ദേശിക്കുന്ന. മൈ ഗോഡ്, ഞാൻ അടുത്ത് കാണിച്ചത് എൻ്റെ അമ്മ. ഇത് പാക്ക് ചെയ്യലാണ് ഏറ്റവും വലിയ ടാസ്ക്. അപ്പം എൻ്റെ പാക്കിംഗ് എല്ലാം കാണിച്ചില്ല, ഭയങ്കര വലിച്ചു നീട്ടുന്നില്ല. എനിക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ മതിയല്ലോ. അപ്പോൾ പാക്കിംഗ് ഗ്ലൗസ് കുറച്ച് ഷോർട്ടായിട്ട് കാണിച്ചു തരാം എങ്ങനെയാണെന്നുള്ളത്. എൻ്റെ മെയിൻ സംഭവം ഇതാണ് എൻ്റെ റൂമിൻ്റെ അവസ്ഥ. എന്തൊക്കെയോ എടുത്ത് വയ്ക്കാണ്ട് ക്ഷമിക്കുന്നു. എൻ്റെ ആക്സസറീസൊക്കെ ഒന്നിടാണ്. ഗൈസ്, രാത്രി 12 മണി അങ്ങനെ എന്തോ കഴിഞ്ഞു. ഇതുവരെ എനിക്ക് ഒരു മൂടും കിട്ടിയില്ല പാക്ക് ചെയ്യാൻ. ഞാൻ പാക്ക് ചെയ്ത് കുറച്ചൊക്കെ ചെയ്ത് ബാഗ്, പക്ഷേ പിന്നെ എന്തോ ഞാൻ ഇറിറ്റേറ്റഡ് ആവുക. ആരും ഇന്നെ ഒന്നും ചെയ്യുന്നൊന്നുമില്ല, പക്ഷെ എന്തോ ഞാൻ ഇറിറ്റേറ്റഡ് ആവും, ദേഷ്യമൊക്കെ പിടിക്കും. സോ ചെയ്തില്ല. ഇപ്പോൾ ഒന്ന് റിലാക്സ് ചെയ്തപ്പം കൂളായപ്പം ബാക്കി പാക്കിങ് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോഴാണത് ഈ ഒരു കൂളിംഗ് ഗ്ലാസ് ഒന്ന്. ഞാൻ ആക്ച്വലി പോകുന്ന സമയം ഞാൻ വിചാരിച്ചു ഒരു പകലൊക്കെ ആയിരിക്കും എയർപോർട്ടിലേക്ക് പോവുക. അപ്പോൾ അന്നേരം എനിക്കിങ്ങനെ നല്ല ഷോപ്പൊക്കെ കഴിക്കാനും വേണ്ടിയിട്ട് മേടിച്ചതായിരുന്നു ഈ ഒരു കൂളിംഗ് ഗ്ലാസ്. ബട്ട് ഞാൻ പോകുന്നത് രാത്രിയിലാണ്. രാത്രി കൂളിംഗ് ഗ്ലാസ് വെച്ചിട്ട് ആരെങ്കിലും പോകും? ഇല്ല. കൊള്ളാം, നല്ല പ്രൊഡക്റ്റായിരുന്നു. ഞാൻ അവിടെ എത്തിയിട്ട് ഷോപ്പ് ചില അവിടെയൊക്കെ വലിച്ചു വാരി ഇട്ടേക്കാണ്. ഒന്നും ആയില്ല. നാളെ ആരപ്പര പോവാ? കേസ് ഞങ്ങൾ പോവുകയാണ്. എവിടെയെങ്കിലൊക്കെ എത്തുന്നുള്ളൂ. വഴിക്ക് പോകുന്നു, നമ്മളും ആ വഴിക്ക് പോകുന്നു. It's my first flight.
ഇപ്പം എൻ്റെ ഫസ്റ്റ് ഫ്ലൈറ്റിൽ സിറ്റിയിൽ ഫ്ലൈറ്റ് മൂവ് ചെയ്യുന്നു. आपकी केबिन टीम में आज चित्रा, सौरभ, मनीषा और मैं आसिफ आपका सीनियर. ഞാൻ എയർപോർട്ടിലെത്തി, പക്ഷെ എൻ്റെ ഏറ്റവും വന്നില്ല. ഐ മീൻ ദുബായ് എയർപോർട്ട്. ഹായ്. ഇത് കവറൊക്കെ ആയിട്ട് എന്താണ് അതിനകത്ത് റേഷൻ പീടിയിൽ അരി വാങ്ങാം. എൻ്റെ എൻഗേജ്മെന്റ് ആനിവേഴ്സറിക്ക് അനിയുണ്ടോ എനിക്കറിയില്ലല്ലോ, കാര്യം പറ. ഞങ്ങൾ വാങ്ങി തന്നെ ആരാ ഉള്ളത് സാധനം കിട്ടി. ആരെന്നാലും ഞാൻ തിന്നിക്കണം. എനിക്കത് ഹായ് ഗായ്സ്, ഞങ്ങൾ ഒടുവിൽ ദുബായിൽ ഒരു റൂം ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. എയർപോർട്ടിൽ നിന്ന് നേരെ ഇവിടെ എത്തി. ഇന്നലെ ഇപ്പോഴത്തെ ഒരു 4 മണിയൊക്കെ ആയപ്പം എത്തിയിട്ടുണ്ടാവും. 4:30 ഒക്കെ ആയപ്പോൾ റൂമിൽ കയറി ഫ്രഷപ്പായി നേരെ ഉറങ്ങി. ദിസ് ഈസ് മൈ ഹസ്ബൻഡ്. ഫ്രഷപ്പായി എത്തി. ഇനിയിപ്പോൾ മെഡിക്കൽ എടുക്കാനാണ് പോകുന്നത്. ഇന്നലെ ഇട്ട സെയിം ഔട്ട്ഫിറ്റ് തന്നെയാണ്, വേറെ ഒന്നും മാറ്റാനൊന്നും വയ്യ. കാരണം ഇനി ഞങ്ങളുടെ റൂമിലേക്ക് പോകണമെങ്കിൽ സെപ്റ്റംബർ 1-ാം തീയതിയാണ് പോവുക. അപ്പം അതുവരെ ഇവിടെ ഹോട്ടലിലായിരിക്കും. ദുബായ് മണി. ആൻഡ് ഇന്നലെ എന്നെ വെൽക്കം ചെയ്ത ഫ്ലവറാണ്. ഈ ഫ്ലവറൊക്കെ വെച്ചിട്ടാണ് നമുക്കൊരു വെൽക്കം ചെയ്തിരുന്നത്. അപ്പോൾ ഓക്കെ, മെഡിക്കലെടുത്ത് ഫുഡൊക്കെ കഴിച്ചു. അപ്പോൾ ഇത്രയേ ഉള്ളൂ എൻ്റെ ഫസ്റ്റ് ഫ്ലൈറ്റ് വ്ളോഗ്. അപ്പോൾ ബൈ.